ഒരു കടലോര സംസ്ഥാനത്ത് നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കടൽ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായി ഒരു നാട് നിമിഷനേരം കൊണ്ട് മാറിയാൽ എങ്ങനെയിരിക്കും? അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കേരളത്തിന്റെ ഭൂപടവും സാമ്പത്തിക വ്യവസ്ഥയും വിപ്ലവാത്മകമായി മാറാൻ പോവുകയാണ്. കേവലം ഒരു കപ്പലെടുക്കുന്ന തുറമുഖം മാത്രമല്ല വിഴിഞ്ഞം. സങ്കല്പങ്ങൾക്കപ്പുറമുള്ള കോടികളുടെ ആഗോള നിക്ഷേപം, അത്യാധുനിക അണ്ടർഗ്രൗണ്ട് റെയിൽ നെറ്റ്വർക്കുകൾ, ഹൈവേ റോഡുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുന്ന ലോജിസ്റ്റിക്സ് സിറ്റികൾ. ചരിത്രത്തിലാദ്യമായി ഇന്ത്യ എന്ന മഹാരാജ്യം ആഗോള കടൽ ഭൂപടത്തിൽ സ്വന്തം ആധിപത്യം ഉറപ്പിക്കാൻ പോവുകയാണ്. ദി കണക്റ്റഡ് ഹാബിറ്റാറ്റിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വിഴിഞ്ഞം എന്ന ഒറ്റ പോർട്ട് കൊണ്ട് കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ഭാവി എങ്ങനെ ഒരു ഗെയിം ചേഞ്ചറായി മാറാൻ പോകുന്നു എന്ന് വലിയ സത്യമാണ്. ഇതുവരെ നമ്മുടെ രാജ്യം നേരിട്ട ഏറ്റവും വലിയൊരു സാമ്പത്തിക നഷ്ടത്തിനാണ് വിഴിഞ്ഞം മറുപടി നൽകുന്നത്. ഇന്ത്യയുടെ സ്വന്തം പെരിഫറിയിലൂടെ പോകുന്ന ഭീമൻ ചരക്ക് കപ്പലുകൾ, കപ്പലിന്റെ ആഴം അഥവാ ഡ്രാഫ്റ്റ് കാരണം നമ്മളെ മറികടന്ന് കൊളംബോയിലും സിംഗപ്പൂരിലും പോയാണ് ചരക്കുകൾ മാറ്റിയിരുന്നത്. ഇതിനായി ആയിരക്കണക്കിന് കോടി രൂപയുടെ വിദേശ നാണയമാണ് നമ്മൾ ഓരോ വർഷവും മറ്റ് രാജ്യങ്ങൾക്ക് നൽകിയിരുന്നത്. എന്നാൽ വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകുന്നതോടെ ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകളുടെ വിദേശ രാജ്യങ്ങളിലുള്ള ഈ ആശ്രിതത്വം 100% അവസാനിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ പണം ഇന്ത്യയിൽ തന്നെ നിലനിൽക്കും. ഇതിലുപരി യൂറോപ്പ്, പശ്ചിമേഷ്യ, തെക്കുകിഴക്കൻ ഏഷ്യ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് മദർ ഹബ്ബായി വിഴിഞ്ഞം മാറുന്നതോടെ ഇന്ത്യ എന്ന സാമ്പത്തിക ശക്തി ആഗോള വിതരണ ശൃംഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കും. എന്നാൽ വിഴിഞ്ഞം കൊണ്ട് തിരുവനന്തപുരം മാത്രം വികസിച്ചാൽ മതിയോ? ഇവിടെയാണ് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ച മിഷൻ സമുദ്ര എന്ന വമ്പൻ മാസ്റ്റർ പ്ലാൻ വരുന്നത്. കേരളത്തെ വെറുമൊരു സംസ്ഥാനത്തിനപ്പുറം ലോകോത്തര തലത്തിലുള്ള ഒരു പോർട്ട് സിറ്റി അല്ലെങ്കിൽ ഒരു മാരിടൈം ഇക്കണോമിയായി മാറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിന്റെ 600 കിലോമീറ്റർ നീളമുള്ള കടൽ തീരവും കൊച്ചിയും വിഴിഞ്ഞവും അടങ്ങുന്ന 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 17 ചെറുകിട തുറമുഖങ്ങളും നമ്മുടെ ഉൾനാടൻ ജലപാതകളും കോർത്തിണക്കിക്കൊണ്ട് ഒറ്റ മാരിടൈം നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണ് മിഷൻ സമുദ്ര. ഇതിന്റെ ഭാഗമായി ബാലരാമപുരം വിഴിഞ്ഞം അണ്ടർഗ്രൗണ്ട് റെയിൽപാത തുറമുഖത്തു നിന്നുള്ള ചരക്കുകൾ ഭൂഗർഭ റെയിൽപാത വഴി നേരിട്ട് നാഷണൽ നെറ്റ്വർക്കിലേക്ക് എത്തിക്കുന്നു. ഔട്ടർ റിംഗ് റോഡ്, സതേൺ ഇക്കണോമിക് കോറിഡോർ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ച് വലിയൊരു വ്യാവസായിക മേഖലയായി മാറ്റുന്നു. ഗ്രീൻ ഫ്യൂവൽ ആൻഡ് ഷിപ്പ് റിപ്പയറിംഗ് ഹബ് ഭാവിയിൽ പച്ചപ്പുള്ള ഇന്ധനങ്ങളിലേക്ക് മാറും എന്ന് കരുതുന്ന ഭീമൻ കപ്പലുകൾക്കാവശ്യമായ ഗ്രീൻ ബങ്കറിംഗ് സേവനങ്ങളും കപ്പൽ അറ്റകുറ്റപ്പണികളും വിഴിഞ്ഞത്ത് ഉറപ്പാക്കുന്നു. ഈ വൻകിട പദ്ധതിക്ക് പിന്നിലെ സാങ്കേതിക വിപ്ലവം അറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഡിജിറ്റൽ നെറ്റ്വർക്കിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ലോകത്തിലെ വളരെ ചുരുക്കം ചില പോർട്ടുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ട്വിൻ സാങ്കേതിക വിദ്യയാണ് വിഴിഞ്ഞത്ത് ഉപയോഗിക്കുന്നത്. അതായത് യഥാർത്ഥ പോർട്ടിന്റെ അതേ മാതൃകയിലുള്ള ഒരു വെർച്വൽ 3D പതിപ്പ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി തത്സമയം പ്രവർത്തിക്കും. കപ്പലുകളുടെ വരവ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ എന്നിവ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയും. ഇതിനോടൊപ്പം പരിസ്ഥിതി മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കാൻ പോർട്ട് പ്രവർത്തിക്കുന്നത് 100% ഗ്രീൻ എനർജിയിലാണ്. കടലിൽ കിടക്കുന്ന ഭീമൻ കപ്പലുകൾ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു പുക പുറന്തള്ളുന്നതിനു പകരം കരയിൽ നിന്ന് നേരിട്ട് വൈദ്യുതി നൽകുന്ന ഷോർ ടു ഷിപ്പ് വൈദ്യുതി പ്ലഗ് ലൈനുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് ആഗോളതലത്തിൽ സീറോ കാർബൺ എമിഷൻ ലക്ഷ്യമിടുന്ന ലോകത്തെ ആദ്യത്തെ പ്രധാന ഗ്രീൻ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളിൽ ഒന്നായി വിഴിഞ്ഞം മാറും. വിഴിഞ്ഞവും മിഷൻ സമുദ്രയും സജ്ജമാകുമ്പോൾ കേരളത്തിലെ യുവതലമുറയ്ക്കുണ്ടാകാൻ പോകുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്? പണ്ടത്തെ പോലെ കായികാധ്വാനം മാത്രം വേണ്ടുന്ന പോർട്ട് ജോലികളല്ല ഇനി വരാൻ പോകുന്നത്. മറിച്ച് AI ആൻഡ് ഓട്ടോമേഷൻ സിസ്റ്റം മാനേജർമാർ, മാരിടൈം ലോ അക്കാഡമിക് വിദഗ്ധർ, മറൈൻ സപ്ലൈ ചെയിൻ അനാലിസ്റ്റുകൾ, ഡിജിറ്റൽ ലോജിസ്റ്റിക്സ് ഓപ്പറേറ്റർമാർ തുടങ്ങി ഉയർന്ന ശമ്പളമുള്ള ലക്ഷക്കണക്കിന് പുതിയ സാങ്കേതിക തൊഴിലവസരങ്ങളാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഇതിനോടൊപ്പം വിഴിഞ്ഞത്തിന് ചുറ്റും സ്ഥാപിക്കുന്ന ഡ്രൈ പോർട്ടുകളും സ്ട്രക്ചറിംഗ് സെന്ററുകളും കേരളത്തെ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹൈടെക് വ്യാവസായിക നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റും. പ്രവാസി മലയാളികൾക്ക് തിരികെ നാട്ടിലെത്തി സ്വന്തം മണ്ണിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള ജോലി കണ്ടെത്താനുള്ള വലിയൊരു വാതിലാണ് ഇവിടെ തുറക്കപ്പെടുന്നത്. ഒരു വലിയ സാങ്കേതിക മാറ്റം വരുമ്പോൾ വരും തലമുറയ്ക്കായി നമ്മൾ കൊടുക്കുന്ന വില എന്താണെന്ന് നാം ബോധവാന്മാരായിരിക്കണം. പരിസ്ഥിതി നാശമില്ലാതെ നാളത്തെ കടൽ സമ്പത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ വികസനം പൂർത്തിയാക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ വെല്ലുവിളി. പക്ഷെ ഒന്നുറപ്പാണ്, സിംഗപ്പൂരും ദുബായും വൻകരകളിൽ ഉയർത്തിപ്പിടിച്ച അതേ ആഗോള വികസന മാതൃക ഇനി നമ്മുടെ കേരളത്തിന്റെ മണ്ണിലും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വിഴിഞ്ഞമെന്ന ഈ അത്ഭുതം ഭാവി ഭാരതത്തിന്റെ കടൽവഴികളെ ഭരിക്കുമ്പോൾ വികസനത്തിന്റെ പുതിയൊരു ചരിത്രം ഇവിടെ കുറിക്കപ്പെടും. സാങ്കേതിക വിദ്യയും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇത്തരം അസാധാരണ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ദ കണക്റ്റഡ് ഹാബിറ്റാറ്റ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു മികച്ച ടെക് ഡോക്യുമെന്ററിയുമായി വീണ്ടും കാണാം. ദിസ് ഇസ് ദി കണക്റ്റഡ് ഹാബിറ്റാറ്റ്. നന്ദി, നമസ്കാരം.